സുവിശേഷത്തിന്റെ സുഗന്ധം ഹൃദയത്തിൽ നിറച്ച് അഗതികൾക്കും ആലംബഹീനർക്കും ആശ്രയമേകുന്ന ഒരു വൈദികൻ. ഇത് ദുരന്തമുഖത്തും മഹാമാരികളിലും ജീവൻ ത്യജിക്കാൻ മരണവ്രതം ചെയ്യുന്ന കമലിയൻ സഭയുടെ കീഴിൽ HIV രോഗികൾക്കായി ആലുവ വെസ്റ്റ് കടുങ്ങല്ലൂരുള്ള സ്നേഹതീരമെന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടർ ഫാദർ ബിജു സെബാസ്റ്റ്യൻ. സൈക്കോളജിസ്റ്റായും അഭിഭാഷകനായും ഉപരിസേവനം ചെയ്യുന്ന ഈ വൈദികൻ തന്നെ വഴി നടത്തുന്ന ദൈവിക സ്നേഹത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. എയ്ഡ്സ് രോഗികൾക്കിടയിൽ ഈശോയുടെ മുഖമായി മാറി ശുശ്രൂഷ ചെയ്യുന്ന കമേലിയൻ സഭാംഗമായ ബിജു കിഴക്കാരക്കട്ടച്ചനാണ് നമ്മുടെ കൂടെ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നത്. അച്ഛൻ തുടരുകയാണ്. അച്ഛ, ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. അച്ഛാ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അച്ഛൻ്റെ ദൈവവിളിയെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ കമേലിയൻ സഭയെ പറ്റിയൊക്കെ കേൾക്കുകയായിരുന്നു. കോവിഡ് കാലത്ത് സഭയുടെ ശുശ്രൂഷകളൊക്കെ നമ്മൾ കേട്ടു. അച്ഛാ, നമുക്കറിയാം പുരോഹിതൻ എന്ന് പറയുന്നത്, വൈദികൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക്കലി ഫണ്ടമെൻ്റലായി സാക്രമെൻറ്റ്സ്, കുദാശകൾ പരികർമ്മം ചെയ്യുന്ന വ്യക്തിയാണ്. ജനത്തെ പഠിപ്പിക്കാനും ജനത്തെ വിശുദ്ധീകരിക്കാനും ഒക്കെ ആയിട്ട് നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ്. അതിലും അപ്പുറമുപരിയായി സമൂഹത്തിൽ ഒത്തിരി സേവനം ചെയ്യുന്നുണ്ട് നമ്മുടെ വൈദികർ. പ്രത്യേകിച്ച് അച്ഛൻ അംഗമായിരിക്കുന്ന സഭ ആതുര ശുശ്രൂഷ രംഗത്തൊക്കെ ഒത്തിരി സേവനം ചെയ്യുന്ന സഭയാണ്. അച്ഛൻ, എൻ്റെ ചോദ്യം ഇതാണ്: ഈ ആതുര ശുശ്രൂഷ രംഗത്ത്, ഹോസ്പിറ്റൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ വൈദികർ ഇടപെടുമ്പോൾ ഇതൊക്കെ ഒരു ബിസിനസ് അല്ലേ? അച്ഛന്മാരെ സംബന്ധിച്ച് അവർ കുദാശകൾ പരിക്രമം ചെയ്ത് പള്ളി ഇടവകയെ നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന വലിയൊരു സമൂഹം വളർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചോദ്യം ഒത്തിരിയേറെ ഉയരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? നല്ലൊരു ചോദ്യമാണത്. ആൾക്കാർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം എന്നുള്ളതും ന്യായം തന്നെയാണ്. അതേസമയം ഒരു വൈദികൻ്റെ വിളി അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വിളി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം സ്പർശിക്കാനുള്ള വിളിയല്ല. ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ബഹുമുഖമാണ്, മൾട്ടി ഫാസറ്റഡ് ആണ്. അതിനകത്തെ എല്ലാ മേഖലകളിലും നന്മ കൊണ്ടുവരാനായിട്ട് ഓരോ സന്യാസിക്കും ഓരോ വൈദികനും ഡ്യൂട്ടിയുണ്ട്. ഇപ്പം കെവിനെ സംബന്ധിച്ചിടത്തോളം കെവിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കെവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് ഒരു വൈദികൻ്റെ, ഒരു സന്യാസിയുടെ ഉത്തരവാദിത്തമാണ്. കെവിൻ്റെ ആരോഗ്യം കെവിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കെവിൻ്റെ കുടുംബജീവിതം കെവിന് പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം കൂടിയാണ്. കെവിൻ്റെ ജീവിതത്തിലേക്ക് നന്മ കൊണ്ടുവരിക, കെവിൻ്റെ ജീവിതത്തിൽ എന്താണോ പ്രധാനപ്പെട്ടത് അതിൽ നന്മ കൊണ്ടുവരിക, മൂല്യം കൊണ്ടുവരിക, കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടുവരിക, ഇത് ഓരോ സന്യാസിയുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഒരു സന്യാസി, ഒരു വൈദികൻ ഇത് മാത്രം ചെയ്ത് ഇരുന്നാൽ മതി എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ചെയ്ത പലതും ഞാൻ ചെയ്യാതെ വന്നേനെ. ഞാൻ ആദ്യം സൈക്കോളജി പഠിച്ചു. അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന പല വ്യക്തികൾക്കും നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗ്രാഹ്യം കുറവാണ്. ആ കുറവ് അവരെ ചൂഷണം ചെയ്യാൻ മറ്റു പലരെയും അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിയമം പഠിച്ചു. എന്നോട് പലർക്കും ചോദിക്കാം, സൈക്കോളജി പഠിച്ച് ഇങ്ങനെ എന്തിനു നിയമം പഠിച്ചു എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അതിലെല്ലാം ഇടപെടാനായിട്ട് ഒരു വൈദികൻ, ഒരു സന്യാസി തീർച്ചയായിട്ടും എക്വിപ്ഡ് ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുകൊണ്ട് വൈദികർ സ്കൂൾ നടത്തുന്നതിനെക്കുറിച്ചോ ഹോസ്പിറ്റൽസ് നടത്തുന്നതിനെക്കുറിച്ചോ മറ്റ് മേഖലകളിലേക്ക് അവരുടെ ശുശ്രൂഷയെ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചോ എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. നന്മയാണ് അവിടെ അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വിളിയുടെ ഭാഗം തന്നെയാണ്. അച്ഛൻ പറഞ്ഞു വരുന്നത്, ഒരു വൈദികനെ സംബന്ധിച്ച് അയാളെ ബന്ധപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു വൈദികൻ്റെ കടമയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. വളരെ ഒരു വൈദികൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട് വളരെ മനോഹരമാണ്. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമേകുന്ന ദൈവവിളിയുടെ മഹത്വം ഈ വൈദികൻ തിരിച്ചറിയുന്നു. സ്വയം എരിഞ്ഞടങ്ങി അനേകർക്ക് വെളിച്ചമേകുന്ന മെഴുകുതിരികൾ പോലെ ഇത്തരം ജീവിതങ്ങൾ തിരുസഭയുടെ ദീപങ്ങളാകുന്നു. ക്രൂശിതന്റെ മുൻപിൽ സമർപ്പണം ചെയ്ത് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്ന ഓരോ ദൈവവിളിയിലും ക്രൂശിതന്റെ കുരിശിന്റെ ദീപ്തമായ മുദ്ര ആഴത്തിൽ പതിയുന്നു.
നെഞ്ചിൽ അത് പ്രശോഭിതമാകുന്നു. ഈ വൈദിക ജീവിതത്തിനൊരു ഭംഗിയുണ്ട്. അതൊരു മിസ്റ്ററി ആയിരിക്കാം ചിലരെ സംബന്ധിച്ച്. പുറമേ നിന്ന് നോക്കുന്നവരെ സംബന്ധിച്ച് അവർക്കത് അത്ര ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല, പൂർണ്ണമായും ഗ്രഹിക്കാൻ പറ്റണമെന്നില്ല. എന്താണ് അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? നമ്മളെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്, യുവാക്കളുണ്ട്, ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട്. അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താണ് ഈ വൈദിക ജീവിതത്തിൻ്റെ ഒരു ഭംഗി? കെവിൻ ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു വാചകം എന്ന് പറയുന്നത് മാലാക പരിശുദ്ധ അമ്മയെ അഡ്രസ്സ് ചെയ്തൊരു അഭിസംബോധന ചെയ്തൊരു വാചകം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അതൊരു പക്ഷേ മനുഷ്യനെ തമ്പുരാൻ കാണുന്ന ഒരു രീതിയായിട്ട് നമുക്കെടുക്കാം. നന്മ നിറച്ചിട്ടാണല്ലോ മനുഷ്യനെ തമ്പുരാൻ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ നിറഞ്ഞ നന്മ മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ടുള്ള അവസരം കിട്ടുക എന്നുള്ളതാണ്. വൈദിക വൃത്തിയെപ്പോലെ, സന്യാസ ജീവിതത്തെപ്പോലെ അത്രയും അവസരം ലഭിക്കുന്ന വേറൊരു മേഖല ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടാകാം, ഇല്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കെവിൻ സന്യാസ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വൈദിക ജീവിതത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളെ പങ്കുവയ്ക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഒരുക്കി തരുന്ന ഒരു ജീവിതമാണിത്. അതുകൊണ്ട് തന്നെ അത് മറ്റു പലരുടെ ജീവിതത്തിലും നന്മയും സൗഖ്യവും ഒക്കെ ആയിട്ട് തീരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മനോഹാരിത. ഓക്കെ അച്ഛാ, അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഈ വൈദിക ജീവിതത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച് അത് അനേകർക്ക് പകർത്തിക്കൊടുത്ത് അതിൽ നിന്ന് അച്ഛൻ ഒത്തിരി സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടാകാം. അങ്ങനത്തെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാകാം. വൈദികനായതുകൊണ്ട് മാത്രം എൻ്റെ ജീവിതത്തിൽ കിട്ടിയ കുറേ സന്തോഷങ്ങളുണ്ടാകും. അങ്ങനെ ഏതെങ്കിലും 1-2 ഇൻസിഡൻസ് ഒരു വൈദികൻ എന്ന രീതിയിൽ ഈ 2 പതിറ്റാണ്ട് കാലത്തിൽ ഭയങ്കര അഭിമാനം തോന്നിയ 1-2 സാഹചര്യങ്ങൾ? 1-2 അല്ല, ഒരുപാടുണ്ട്. അതെ, ഞാനൊന്ന് ചിന്തിക്കുകയാണ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. തീർച്ചയായിട്ടും കൂടുതൽ രോഗി ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളാണ് എനിക്ക് കൂടുതലായിട്ടുള്ളത്. രോഗികളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കുമ്പോൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം. ഒരു വീട്ടിലൊരു പെൺകുട്ടി, അവൾ ക്രിസ്തീയ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലാക്കി വിവാഹം കഴിച്ച് ആ കുടുംബത്തിൽ ജീവിക്കുകയും ചെയ്തു. അവൾക്ക് പിന്നീട് ക്യാൻസർ ബാധിക്കുന്നു. അവളുടെ ഭർത്താവ് ഗൾഫിൽ ജോലിയാണ്. ആ സമയം തന്നെ അവളുടെ അമ്മായപ്പൻ വീട്ടിൽ തലയടിച്ച് വീഴുകയും അദ്ദേഹം ഡിസോറിയൻറ്റഡ് ആകുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിക്ക് ക്യാൻസറാണ്, ഭർത്താവ് വിദേശത്താണ്, അമ്മായപ്പൻ രോഗിയാണ്. ഈ സമയത്ത് ഇത് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഈ കുടുംബത്തെ കോൺടാക്റ്റ് ചെയ്യുകയും അമ്മായപ്പനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ മനസ്സിലുള്ള ആശങ്ക ഇതായിരുന്നു. അവൾ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച്, ഇൻവേർട്ടഡ് കോമൽ ഉപേക്ഷിച്ച് ഒരു ഹിന്ദു ചെറുപ്പക്കാരനെ വിവാഹം കഴിച്ച് പോയിട്ട് നമ്മൾ വൈദികർ അവളെ സഹായിക്കുമോ എന്നുള്ളൊരു ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇവിടെ മതമല്ല, ഇവിടെ ഒരു മനുഷ്യൻ്റെ സഹനത്തിലാണ് നമ്മൾ ഇടപെടുന്നത്. എന്നെ സംബന്ധിച്ച് അതൊരു വളരെ മനോഹരമായൊരു ഇടപെടൽ, ഒരു സന്യാസ ജീവിതത്തിൻ്റെ ഇടപെടലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്. പിന്നെ വേറൊന്ന്, നമ്മുടെ അവൈലബിലിറ്റി, ഒരു വൈദികനായതുകൊണ്ട് നമ്മുടെ അവൈലബിലിറ്റി. ഈ ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് മലയാറ്റൂർ മലമുകളിൽ ഞാൻ കൊച്ചച്ഛനായിട്ട് ജോലി ചെയ്യുമ്പോഴാണ്. അതൊരു 17-18 വർഷം മുമ്പാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരു ഇടിമിന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കറണ്ട് പോകും. ആ ഏരിയ മുഴുവൻ കൂരിരുട്ടിലാണ്. ഒരു കുടുംബം ഏകദേശം ഒരു 6-6:30 ആയപ്പോൾ, അവർ വിദേശത്ത് താമസിക്കുന്ന മലയാളി കുടുംബമാണ്. ഏകദേശം ഒരു 6:30 സമയത്ത് മല കയറുന്നു വൈകുന്നേരം. അവരോട് സെക്യൂരിറ്റിക്കാർ പറഞ്ഞു, ഈ സമയത്ത് നിങ്ങൾ കയറിയാൽ നിങ്ങൾക്ക് തിരിച്ചിറങ്ങാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ അവർ പറഞ്ഞു, അവർ വിദേശത്തു നിന്ന് വന്നവരാണ്, 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകേണ്ടതാണ്. അതിനു മുമ്പ് തോമാസ് ലീഗയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നതാണ്. സെക്യൂരിറ്റിക്കാർ അവരെ കടത്തിവിടുന്നു. ഒരു മധ്യവയസ്കനായൊരു ചേട്ടനും ഒരു ചെറുപ്പക്കാരനും 3 പെൺകുട്ടികളും, ഇതാണ് ആ ഗ്രൂപ്പ്. അവർ മലമുകളിലെത്തിയ സമയത്ത് കരണ്ട് പോയി. പിന്നെ കൂരിരുട്ടാണ്, താഴേക്ക് ഇറങ്ങാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. എൻ്റെ അടുത്ത് 2 എമർജൻസി ലൈറ്റ് മാത്രമാണുള്ളത്. ആ സമയത്ത് ഈ മനുഷ്യൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡായി. 2-3 ചെറുപ്പക്കാരാണ് അവിടെയുള്ളത്. അവർ കത്തോലിക്കരല്ല. അതുകൊണ്ട് തന്നെ ഒരു കത്തോലിക്ക വൈദികൻ എന്താണെന്നും വൈദികൻ്റെ അവൈലബിലിറ്റിയും ഒന്നും അവർക്ക് കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. അവരെന്നെ ഒരു ചെറുപ്പക്കാരനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെ യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഞാൻ താഴെ എത്തിച്ചിരിക്കും. ഞാൻ താഴത്തെ പള്ളിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആവശ്യത്തിന് ലൈറ്റ് കൊണ്ടുവരുന്നു.
ഇവരെ എല്ലാവരെയും, ഇവർക്ക് വിദേശത്ത് താമസിക്കുന്ന ഇവർക്ക് ഈ കല്ലും ഒന്നും ചവിട്ടിയുള്ള ശീലമില്ല, അവരെല്ലാം വളരെ സുരക്ഷിതമായിട്ട് താഴെ എത്തിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ മാർത്തോമാ ശ്ലീഹായുടെ ഈ പുണ്യപ്പെട്ട സ്ഥലം കത്തോലിക്ക സന്യാസികൾക്ക് തന്നതിനെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. കാരണം ഇവിടെ ഒരു കത്തോലിക്ക വൈദികൻ എല്ലാ സമയത്തും അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനിത് കത്തോലിക്ക സഭയുടെ മഹാത്മ്യം പിന്നെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, നമ്മുടെ അവൈലബിലിറ്റിയെ കാണിക്കാൻ. നമ്മൾ എവിടെയും മറ്റുള്ളവരുടെ സേവനത്തിന് തയ്യാറായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ജീവിതത്തിൻ്റെ വേറൊരു വലിയ മനോഹാരിത. ഉറപ്പായിട്ടും. കാരണം നമ്മൾ പറയും ക്രിസ്തു ആർക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ ക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എന്നുള്ളതില്ല. അതുപോലെ വൈദികൻ ആർക്ക് വേണ്ടിയെന്ന് വെച്ചാൽ വൈദികൻ അവന് ആവശ്യമുള്ള സഹായം ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് അവൻ്റെ മതം ഏതാണെന്നോ അവൻ ആണാണോ പെണ്ണാണെന്നോ ഏത് ദേശക്കാരനാണെന്നോ ഒന്നുമില്ല, മറിച്ച് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള, അച്ഛൻ പറഞ്ഞ ഒരു തോട്ട് ഭയങ്കര സന്തോഷം തരുന്നതാണ്. കാരണം ഒരു വൈദികൻ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവൈലബിൾ ആണെന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അച്ഛാ, എനിക്കിനി ചോദിക്കാനുള്ളത്, അച്ഛൻ്റെ ഈ ഒരു ആതുര ശുശ്രൂഷ രംഗത്ത് ഒത്തിരി മനുഷ്യരുമായിട്ട് അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒത്തിരി രോഗികളെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ ഭയങ്കര നിരാശപ്പെട്ട് ഇനിയൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ ചിന്തിച്ചേക്കുന്നത്. കാരണം അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന എയ്ഡ്സ് മേഖലയിലൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോഴേക്കും ഇനി ഇതിനൊരു ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവർ. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ അച്ഛനെ ദൈവം വഴി നടത്തിയ ഒത്തിരി അനുഭവങ്ങളുണ്ടായിരിക്കാം. അത് ചിലരോടൊക്കെ സംസാരിച്ചു വരുന്നോ, അല്ലെങ്കിൽ ചില രോഗസൗഖ്യങ്ങളോ, അല്ലെങ്കിൽ ചില മാനസികമായിട്ട് ചിലരൊക്കെ ഒന്ന് മെൻ്റലി ഒന്ന് ഹാപ്പി ആയതായിരിക്കും. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലയിലൊരു ശാരീരിക സൗഖ്യത്തെക്കാളും ഒരു മെൻ്റൽ ഹാപ്പിനെസ്സാണ്, അവരുടെ ഒരു മനസ്സാണെന്ന് സ്വസ്ഥമാകേണ്ടതെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അച്ഛനുണ്ടായിരിക്കും. അതിലേതെങ്കിലും അച്ഛനെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ടെണ്ണം? ഒത്തിരി അനുഭവങ്ങൾ കെവിൻ പറഞ്ഞ പോലെ അങ്ങനെ നമ്മളെ ശരിക്കും സ്പർശിക്കുന്ന ചില അനുഭവങ്ങളിൽ ശരിക്കും നമ്മളൊരു എന്താ പറയുക, ചില വ്യക്തികളുടെ ജീവിതത്തിൽ സഹോദരനാകുന്നതും സഹോദരിയാകുന്നതും, നമ്മളെക്കാൾ പ്രായമുള്ളവരുടെ ജീവിതത്തിൽ അപ്പനാകുന്നതും അമ്മയുടെ മാതൃവാത്സല്യം നൽകുന്നതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരനുഭവം ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഞങ്ങളുടെ അടുത്ത് പിന്നെ HIV ബാധിച്ചൊരു വ്യക്തിയല്ല, അല്ലാത്ത മറ്റൊരു മാരക രോഗം ഉള്ള ഒരു വ്യക്തി. അവരൊരു സിനിമാ നടിയായിരുന്നു. അവരുടെ ഭർത്താവ് അവരുടെ ചെറുപ്പകാലത്ത് തന്നെ, എന്ന് പറഞ്ഞാൽ അവർ വിവാഹ ജീവിതം അധികകാലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സ്ത്രീ ചെറുപ്പമായിരുന്ന കാലത്ത് തന്നെ അവരുടെ ഭർത്താവ് മരിച്ചുപോയി. അതിനുശേഷം അവർ ഈ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളൊക്കെ നടത്തിയിട്ട് ജീവിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്കൊരു മാരകമായിട്ടുള്ളൊരു രോഗം ഉണ്ടാകുന്നു. അവരെ വേറെ ആരും നോക്കാനില്ലാത്ത സമയത്ത് ഒരു വാടക വീട്ടിൽ മരിക്കാനായിട്ടുള്ള നിമിഷങ്ങൾ അടുത്ത് പോലെ ജീവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ തന്നെ സോഷ്യൽ വർക്കർ, ഞങ്ങൾക്കൊരു ഫീൽഡ് ഓഫീസറുണ്ട്, അവരിങ്ങനെ ഈ പല രോഗികളുടെയും വീട് സന്ദർശിക്കുകയും നമ്മുടെ പിന്നെ സഹായം ആവശ്യമുള്ളവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ അവരെ കണ്ടിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മുടെ സ്ഥാപനത്തിൽ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത്, ഇവിടെ വെച്ചാണ് ശരിക്കും സഹോദരങ്ങളുടെ സ്നേഹം അവരനുഭവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ആരുമില്ല, സഹോദരങ്ങളില്ല, ഭർത്തൃ വീട്ടുകാരെ നോക്കുന്നില്ല. എനിവേ കുറച്ചു കാലം നമ്മുടെ പിന്നെ സ്ഥാപനത്തിൽ അവർ പിന്നെ താമസിച്ചു. അവരുടെ രോഗം മുറിച്ചു, അവർ മരിച്ചു. അവരുടെ മതാചാര പ്രകാരം അവരെ സംസ്കരിക്കാനായിട്ട് നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ശ്മശാനത്തിലെ ആൾ ചോദിച്ചു, അടുത്ത ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചിതയ്ക്ക് തീ കൊടുത്താം. അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ ഞാനും 2 ബ്രദേഴ്സുമാണുള്ളത്. അതിൽ ആ സ്ത്രീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബ്രദറിൻ്റെ കയ്യിൽ ഞാൻ ചിത കൊളുത്തുന്ന എന്താ പറയുക പന്തം കയ്യിൽ കൊടുക്കുകയാണ്. ഇതാണ് ബന്ധങ്ങൾ. ഇവരെ നമ്മൾ അറിഞ്ഞത് 1-1.5 വർഷക്കാലമേ ഉള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ചിലപ്പം നമ്മളായിരിക്കാം. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഞങ്ങളിൽ ആരെങ്കിലും തിരഞ്ഞെടുക്കുകയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. കെവിൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, വൈദിക വൃത്തിയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും ഇമാജിൻ ചെയ്യുക പോലും ഇല്ലാത്ത വ്യക്തികളുടെ ജീവിതവുമായിട്ടാണ് തമ്പുരാൻ നമ്മളെ അടുപ്പിക്കുന്നത്. വേറെ ഏത് ജീവിതത്തിലാണ് ഇങ്ങനെ വ്യക്തിബന്ധങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ടുള്ളൊരു ആ ഫ്രീഡം കിട്ടുക? വേറെ ഒരു ജീവിതത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയും. ഉറപ്പായിട്ടും. കാരണം അച്ഛൻ പറഞ്ഞൊരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. നമ്മളൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ഭയങ്കര വലിയൊരു സംഭവം എന്നൊക്കെ കരുതുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു ബന്ധവുമില്ലാതെ ആ ഒരു അവസാന നാളുകളിൽ മാത്രം പരിചയപ്പെട്ട ആൾക്കാർ മാത്രം ചുറ്റുമുണ്ടായി അങ്ങനെ മരിക്കുന്നത്. ശരിക്കും നമ്മളൊക്കെ
വലുതെന്ന് അല്ലെ നമ്മുടെ കാഴ്ചപ്പാടിൽ വലുതെന്ന് തോന്നുന്നതൊന്നും അത്ര വലുതല്ല എന്നൊരു ചിന്തയൊക്കെയാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും എന്ന വചനദർശനം ഈ ജീവിതത്തിൻ്റെ താളമാകുന്നു. അതുവഴി ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ ചെയ്ത് സഭയ്ക്കും സമൂഹത്തിനും നന്മയേകുവാൻ ഇവർക്കാകുന്നു. ഏറ്റെടുക്കുന്ന വെല്ലുവിളികൾ ക്രിസ്തു സ്നേഹത്തെ പ്രതി ഇവർ നിർവഹിക്കുന്നു. അതെ, ഇതുതന്നെയാണ് ഓരോ ദൈവവിളികളെയും ദീപ്തമാക്കുന്നത്. ഈ ജീവിതം ഒത്തിരി വെല്ലുവിളികൾ കൂടി നിറഞ്ഞതാണ്. ഈ ജീവിതത്തിന് അതിൻ്റേതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഭയങ്കര ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൽ ഒരു വൈദികൻ നേരിടുന്ന വെല്ലുവിളികളൊക്കെ എന്തൊക്കെയായിരിക്കും? കെവിൻ പറഞ്ഞതുപോലെ ഈ ജീവിതത്തിന് ഒത്തിരിയേറെ വെല്ലുവിളികളുണ്ട്, യാതൊരു തർക്കവുമില്ല. അതേസമയം ഈ വെല്ലുവിളികളെയൊക്കെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജീവിതത്തിന് മാത്രമല്ല വെല്ലുവിളികൾ. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും വെല്ലുവിളികൾ എന്ന് പറയുന്നത് എല്ലാ ജീവിതത്തിൻ്റെയും പാർട്ട് ഓഫ് ദ പാക്കേജ്. പിന്നെ ഏതിലാണ് കൂടുതൽ, ഏതിലാണ് കുറവ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് വന്നേക്കാം. ഓരോ വ്യക്തിയും അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് അതിനകത്തൊരു ഡിഫറൻസ്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, തമ്പുരാൻ ഇത്രയൊക്കെ അല്ലേ ഇതിനകത്തുള്ളൂ, അവൻ്റെ ജീവിതവും അവളുടെ ജീവിതവും നോക്കൂ, എന്തായിരുന്നതിനെ സ്ഥിതി. ഞാൻ ഒരു കൗൺസിലർ എന്ന രീതിയിൽ വിവാഹ ജീവിതത്തിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരെ ഓൺ എ ഡെയിലി ബേസിസ് കാണുന്നതാണ്. ഒരു വ്യക്തിയുമായിട്ട് ജീവിതം പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെരിഫറലി കാണുമ്പോൾ വളരെ മനോഹരമാണ്, ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഒരു സമൂഹത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ ബുദ്ധിമുട്ട് പിടിച്ചതാണ്. കാരണം സമൂഹത്തിൽ പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് പിടിച്ചതുമാണ്, അത് വെല്ലുവിളി നിറഞ്ഞതുമാണ്. അതുകൊണ്ട് ഇതിലാണോ വെല്ലുവിളി കൂടുതൽ, അതിലാണോ വെല്ലുവിളി കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ കൂടുതലാണെന്ന് പറയുമ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. വെല്ലുവിളിയെ അഭിമുഖീകരിക്കാതെ ഒരു ജീവിതവും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, ഒരു ജീവിതം. അപ്പോഴതുകൊണ്ട് ഇതിൽ മാത്രമല്ല ഉള്ള വെല്ലുവിളി എന്നൊരു രീതിയിൽ ഞാനതിനെ കാണുന്നില്ല. പിന്നെ ഒരു പരിധിവരെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. അതിന് ഞങ്ങളും കാരണമാകുന്നുണ്ടാകാം, ഈ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അറിവില്ലായ്മയും കാരണമാകുന്നുണ്ടാകാം. അതിനെ ഞാൻ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കാണുന്നുള്ളൂ. അപ്പോഴതുകൊണ്ട് വെല്ലുവിളികളെക്കാൾ കൂടുതലായിട്ട് ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്, നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ കൃപയാകാൻ പറ്റുന്നുണ്ടോ, അത് നമ്മുടെ ജീവിതത്തിൽ കൃപയാകുന്നുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്പുരാൻ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതമായിട്ട് ഞാൻ കാണുന്നു. അതിനെയാണ് ഞാൻ ദൈവവിളി എന്നും പറയുക. നമ്മൾ തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന ജീവിതത്തെക്കാൾ കൂടുതലായിട്ട് നാം തിരഞ്ഞെടുത്ത ജീവിതത്തോട് തമ്പുരാൻ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് ദൈവവിളിയായി തീരുക. അപ്പോൾ കവിന് ഒരു പക്ഷേ ചോദിച്ചേക്കാം, എന്താണ് അതിനകത്തൊരു ഡിഫറൻസ്? ഞാൻ തമ്പുരാനോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പം അത് എൻ്റെ ഒരു ചോയ്സാണ്. എൻ്റെ ചോയ്സ് എപ്പോഴും ശരിയാവണമെന്നില്ല. തമ്പുരാൻ എന്നോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് തമ്പുരാൻ്റെ ചോയ്സാണ്, അതെപ്പോഴും മനോഹരമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ കാണുന്നത്. അപ്പോൾ ദൈവവിളി എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്ത ഈ ജീവിതത്തോട് തമ്പുരാൻ ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കൃപയാണ്. അച്ഛനായിരിക്കുന്ന ഒരു ശുശ്രൂഷ മേഖലയിൽ അച്ഛൻ എല്ലാ തരത്തിലുള്ള ആൾക്കാരുമായി ഇടപെടുന്നുണ്ട്, ക്രിസ്ത്യൻസ് മാത്രമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഈശോ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ അല്ലെങ്കിൽ ഈശോയുടെ ഒരു മുഖമായിട്ട് മാറാനായിട്ട് ഒരു വൈദികന്, അച്ഛനെ പോലെയുള്ള അനേകം വൈദികരുണ്ട്, അവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? അതിനുവേണ്ടി അച്ഛൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഒന്ന്, നമ്മൾ നിസ്വാർത്ഥമായിട്ട് നമ്മുടെ ഒരു സേവനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സമയത്ത് അവരുടെ മുമ്പിലുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് ഈ വ്യക്തി എന്നെ ഇങ്ങനെ പരിഗണിക്കുന്നു? അതിന് തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ള ഒരു ഉത്തരം, ഈ വ്യക്തി ഒരു നല്ല കുടുംബത്തിൽ നല്ല മാതാപിതാക്കന്മാർ നന്നായിട്ട് വളർത്തിയുകൊണ്ടാണ് എന്നുള്ളതല്ല. ഇതിൻ്റെ ഒക്കെ പിന്നാമ്പുറത്ത് കർത്താവിൻ്റെ വചനമാണ് എന്നുള്ളത് മാത്രമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനും. ഇത് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു സേവനം ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എന്ത് വെല്ലുവിളി ഉണ്ടായാലും അടിസ്ഥാനപരമായിട്ട് ഇത് കർത്താവിന് വേണ്ടിയിട്ടാണല്ലോ എന്നുള്ളൊരു ചിന്ത. ശരിക്കും ഇപ്പം ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി ദാഹിക്കുന്ന കോവിഡ് രോഗിക്ക് ഓക്സിജൻ കിട്ടുമ്പോൾ കിട്ടുന്നൊരു ചിന്ത പോലെ തന്നെയാണ്. കാരണം അത്രയും റിലീവിങ് ആണത്. അപ്പോൾ ഇവിടെ തമ്പുരാൻ തന്ന ഒരു മണ്ടേറ്റ്, തമ്പുരാൻ തന്ന ഒരു കൃപാവരമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു.
അതോടൊപ്പം അത് അതേപടി അനുവർത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ തമ്പുരാൻ്റെ മുഖം വേറൊരു വ്യക്തിക്ക് അനുഭവേദ്യമായി തീരുകയും ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. മരണവ്രതം എന്ന 4മതൊരു വ്രതം കൂടി ഏറ്റെടുക്കുന്ന ഓരോ കമലിയൻ സഭാംഗവും ആ വ്രതത്തിന്റെ വെല്ലുവിളികൾ ക്രിസ്തുവിനെ പ്രതി നന്മയായി ഏറ്റെടുക്കുന്നു. ദുരന്തമുഖങ്ങളിലും മഹാമാരികളിലും ഇവർ ഓടിയെത്തുന്നു. HIV രോഗികൾക്കായുള്ള ആലുവായിലുള്ള ഈ സ്നേഹതീരവും ഇതിന്റെ ഉദാഹരണമാണ്. അനേകം ആരോരുമില്ലാത്തവർക്ക് ഈ കൂടാരം തണലേകുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, സാധാരണ സന്യാസികൾക്കുള്ള വ്രതത്തെക്കാളും ഒരു വ്രതം കൂടി, അതായത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി പോലും ഒരു രോഗിയെ നേടും അല്ലെങ്കിൽ അയാളുടെ ജീവനെ നേടും എന്നുള്ള വ്രതം കൂടി എടുത്തിരിക്കുന്നവരാണ് അച്ഛൻ്റെ സഭയിൽപ്പെട്ട, കമീലിയൻ സഭയിൽപ്പെട്ട എല്ലാവരും. അപ്പോൾ കഴിഞ്ഞ ഒരു 21 വർഷമായിട്ട് വൈദികനായി സേവനം ചെയ്യുമ്പോൾ ഇനിയുള്ള അച്ഛൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും എങ്ങനെയാണ് അച്ഛൻ ഈ ഒരു വ്രതത്തെ നെഞ്ചോട് ചേർക്കുന്നത്, സഭയെ നെഞ്ചോട് ചേർക്കുന്നത്? എന്തൊക്കെയായിരിക്കാം ഈ ഒരു വ്രതത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ അച്ഛനും അച്ഛൻ്റെ സഭയും ചെയ്യുക ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ? അതിനൊരു ഉത്തരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരിക, ഒരു കമീലിയൻ സന്യാസിക്കും അതോടൊപ്പം എനിക്കും രോഗികളും രോഗീ ശുശ്രൂഷയും അല്ലാതെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റില്ല. ചിന്തിക്കുന്നത് ന്യായവുമല്ല. അപ്പോഴിനി ഭാവിയിലേക്ക് എന്ത് എന്നുള്ളൊരു ചോദ്യത്തിന് ഈ ലോകത്തിലെ ഏറ്റവും അവസാന രോഗി ജീവിച്ചിരിക്കുന്നത് വരെ ഒരു കമീലിയൻ സന്യാസിക്ക് ഈ ലോകത്തിലൊരു റോളുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും അവസാനത്തെ കമീലിയൻ സന്യാസി ജീവിച്ചിരിക്കുന്നത് വരെ ഒരു രോഗിക്ക് ആരെങ്കിലും ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തൊരു സമയത്തെ നമുക്ക് വേറൊന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് രോഗി ശുശ്രൂഷ, രോഗിയെ നോക്കുന്ന ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന രോഗികളെ നോക്കുന്ന സ്ഥാപനങ്ങൾ, ഇതിന് അപ്പുറത്തേക്ക് ഒരു കമീലിയൻ സന്യാസിക്ക് ഒരു പ്ലാനുമില്ല, ഒരു പദ്ധതിയുമില്ല. അതുകൊണ്ട് 10 വർഷത്തിനപ്പുറം എന്ത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. അടുത്ത വർഷം എന്ത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങളെ സംബന്ധിച്ചില്ല. മനുഷ്യകുലം ഉള്ളിടത്തോളം കാലം നമ്മളൊക്കെ ഏതെങ്കിലും രീതിയിൽ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോയേക്കാം, തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിലെല്ലാം ഒരു കമീലിയൻ സന്യാസിക്ക് ഒരു റോളുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് കെവിൻ, ഞങ്ങളുടെ കമീലിയൻ സന്യാസ സഭയുടെ ഒരു പ്രധാനപ്പെട്ട സിമ്പൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഈ നല്ല സമറായക്കാരൻ കമീലിയൻ സന്യാസ സഭയുടെ ഒരു പ്രധാന സിമ്പലാണ്. നല്ല സമറായക്കാരൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ സമറായക്കാരൻ അദ്ദേഹം ആ മുറിവേറ്റ് കിടന്ന മനുഷ്യൻ്റെ അടുത്തെത്തിയപ്പോൾ ചിന്തിച്ചിരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി, ഞാൻ ഈ വ്യക്തിയെ സഹായിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമായിരുന്നു. ഒരു കമീലിയൻ സന്യാസിയെ എല്ലാ നന്മ പ്രവർത്തനത്തിനും പ്രാപ്തനാക്കുന്നത് ഈ ചിന്തയാണ്. ഞാൻ ഈ വ്യക്തിയെ സഹായിച്ചില്ലെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കും? കർത്താവിനെ ഏറ്റവും ആദ്യം മനുഷ്യൻ പരിചയപ്പെട്ടത് കാരുണ്യമുള്ള മുഖമുള്ള ഒരു വ്യക്തിയായിട്ടാണ്. കാരണം കർത്താവ് ഏറ്റവും ആദ്യം മനുഷ്യനെ സ്പർശിച്ചത് അവൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണ്, മാനസികവും ശാരീരികവുമായിട്ടുള്ള അസുഖം, രോഗം. ആ സമയത്താണ് കർത്താവ് മനുഷ്യനെ സ്പർശിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാരുണ്യമുള്ള മുഖം നമുക്കിപ്പോഴും വളരെ തെളിഞ്ഞ ഒരു മുഖമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുക. കത്തോലിക്ക സഭയും ഒരു മനുഷ്യനെ സ്പർശിക്കേണ്ടത് അവൻ്റെ ഏറ്റവും ദുർബലമായൊരു നിമിഷമാണ്, അത് രോഗത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ കത്തോലിക്ക സഭയുടെ ഏറ്റവും കാരുണ്യം ഉള്ള മുഖം എന്ന് പറയുന്നത് ആതുര ശുശ്രൂഷയുടെ മുഖമാണ്, ആതുര ശുശ്രൂഷയുടെ മുഖമായിരിക്കണം. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോഴാണ് ഒരു പക്ഷേ നമ്മൾ കാരുണ്യമുള്ളവരായിട്ട് എല്ലാവർക്കും അനുഭവേദ്യരാകാത്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. മനുഷ്യനെ അവൻ്റെ ഏറ്റവും ദുർബല നിമിഷത്തിൽ അവൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കത്തോലിക്ക സഭയെ ഒരുപക്ഷെ മാറ്റേണ്ടതായിട്ട് വരും. ഓൾറെഡി സഭ അങ്ങനെയാണ്, ഒരല്പം മിനുക്കുപണി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചാൽ നമ്മൾ നല്ല സമറായൻ്റെ മനോഭാവത്തിലേക്ക് തിരിച്ചു പോകും. ആ മനോഭാവത്തിലേക്ക് തിരിച്ചു പോകാത്ത സമയത്താണ് നമ്മളെ മറ്റുള്ളവർക്ക് കാരുണ്യമുള്ള മുഖമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തത്. അത് ചിലപ്പോൾ നമ്മുടെ പരാജയമായി തീരും. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് തമ്പുരാൻ നമുക്ക് കാണിച്ചിരിക്കുന്ന ഈ കാരുണ്യമുള്ള മുഖവും അതിലേക്കുള്ള നമ്മുടെ വിളിയും. അതിനേക്കാൾ അപ്പുറം നമ്മുടെ ജീവിതത്തെയും വേറൊരു വ്യക്തിയുടെ ജീവിതത്തെയും മനോഹരമാക്കാൻ പറ്റിയത് ഒന്നുമില്ല, നമുക്ക് ഒന്നും ഉണ്ടാകാൻ പാടുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കർത്താവിൻ്റെ അതേ ഐഡൻറ്റിറ്റി തന്നെയാണ് കത്തോലിക്ക സഭയുടെയും ഐഡൻറ്റിറ്റി. ആ ഐഡൻറ്റിറ്റിയിൽ നിന്ന് പല സന്യാസ സഭകളും
അവർക്കുതകുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുക്കുന്നു, അവരുടേതായ രീതിയിൽ അത് സമൂഹത്തിന് അനുഭവേദ്യമാക്കുന്നു. ഞങ്ങൾ കമില്യൻസ് കർത്താവിൻ്റെ ആതുര ശുശ്രൂഷ എന്ന ആ ഭാഗം അടർത്തിയെടുത്തിട്ട് അത് സമൂഹത്തിന് അനുഭവേദ്യമാക്കുന്നു, നന്മയായിട്ട് ഭവിപ്പിക്കുന്നു. ചില സന്യാസ സമൂഹങ്ങൾ കർത്താവ് പഠിപ്പിച്ചിരുന്നു, ആ ഭാഗം അടർത്തിയെടുത്ത് അവരുടേതായ രീതിയിൽ സേവനങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം നമ്മൾ ഒരു കിണറ്റിൽ നിന്ന് പല ബക്കറ്റ് കൊണ്ട് കോരുന്ന വെള്ളം പോലെയാണ്. കത്തോലിക്കാ സഭ കർത്താവിനെ പരിചയപ്പെടുത്തി, കർത്താവിൻ്റെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തി, അതിൽ നിന്ന് നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ സ്വാംശീകരിച്ച് മറ്റു പലർക്കും പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് ഇത് സഭയുടെ മറ്റൊരു മുഖം മാത്രമാണ്. ഒത്തിരി സന്തോഷം അച്ഛൻ്റെ സഭയെയും അച്ഛനെയും കൂടുതൽ പരിചയപ്പെടാൻ പറ്റി. സഭ നൽകുന്ന, ലോകത്തിന് നൽകുന്ന വലിയ സംഭാവനകളെപ്പറ്റി കേൾക്കാൻ പറ്റി. ഇതിനെല്ലാം വലിയ സന്തോഷം മാത്രമാണുള്ളത്. ഇനിയും വളരെ വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അച്ഛനും അച്ഛൻ്റെ സഭയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ജീവൻ കൊടുക്കേണ്ടി വന്നാലും ലോകത്തുള്ള സകല മനുഷ്യർക്കും വേണ്ടി, രോഗികൾക്കും വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട്, ഈശോയുടെ മുഖമായിട്ട് അനേകരിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കുക. താങ്ക് യു അച്ഛൻ. സുവിശേഷത്തിൻ്റെ ദീപം ഹൃദയത്തിൽ പ്രശോഭിതമാകുന്ന ദൈവവിളികൾ തിരുസഭയെ കൂടുതൽ ഉജ്ജ്വലിപ്പിക്കുന്നു. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമായി ഇത്തരം ദൈവവിളികൾ മാറുന്നു. ആരെനിക്കായി പോകും എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് ജീവിതം കൊണ്ട് ഇവർ ഉത്തരമേകുന്നു. ഈ ജീവിതങ്ങൾ പൗരോഹിത്യമെന്ന മഹത്തരമായ കൂദാശയെ കൂടുതൽ ദീപ്തമാക്കുന്നു. വിളവിൻ്റെ നാഥൻ വിളിക്കുന്നു നിന്നെ, വലയെറിഞ്ഞണയുക നിങ്ങൾ. വിളവേറെയാണു കതിർ കൊയ്തെടുത്തിടാൻ വിശ്വസ്തരാവുക നിങ്ങൾ. തല ചായ്ക്കുവാനിടമില്ലാത്തവൻ ഞാൻ, തണലായി മാറുക നിങ്ങൾ. സുഖമേറെയേകില്ല ഈ വഴികളെങ്കിലും, ലഹരിയായി ഞാൻ നിന്നിലലിയും. കവചങ്ങളെല്ലാം വലിച്ചെറിയണം, നിമിഷ സുഖമല്ലിതു സത്യം. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ. ശാശ്വതമാം നിത്യജീവനെ നേടുവാൻ സ്വയമഴിഞ്ഞിടുക നിങ്ങൾ.